നമസ്കാരം, ഞാൻ ആൽഫ്രഡ് ഒവി. ഞാൻ കണ്ണൂർ ജില്ലയിലെ പാടിയോട്ടിച്ചൽ സ്വദേശിയാണ്. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് റാങ്ക് 57 കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളും എൻ്റെ പഠന രീതിയും എല്ലാവരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ UPSC എക്സാം കൊടുക്കുന്നതിന് മുമ്പ് ഒരു വർഷത്തൊരു ലോങ് കോച്ചിങ് ആദ്യം എടുത്തിരുന്നു. ഒരു PCM ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു നമ്മുടെ ഐലൻഡിൽ. അത് കഴിഞ്ഞ് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഈ ഒരു 3 സ്റ്റേജിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പ്രിലിംസ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് പ്രാക്ടീസ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 2011 തൊട്ട് 2020 വരെയുള്ളത് തറവായിട്ട് നോക്കിയിരുന്നു. അപ്പം അത് നോക്കിയിട്ട് UPSC സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഫോക്കസ് ഏരിയസ് ഐഡന്റിഫൈ ചെയ്തു. അപ്പം അതിൽ കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിച്ചു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ടെസ്റ്റ് സീരീസ് പ്രോപ്പറായിട്ട് എടുക്കുകയും അതിന് ഡിസ്കഷൻ ഇരിക്കുകയും അപ്പം ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പം ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റ് സീരീസിന്റെ ഡിസ്കഷൻ ഇരിക്കും. പിന്നെ എന്തുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചെന്ന് ആലോചിക്കും. അപ്പം നെക്സ്റ്റ് ടൈം ഒരു സിമിലർ പാറ്റേണിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ടിരുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, പിന്നെ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പം ഇതായിരുന്നു എൻ്റെ പ്രിലിംസിന്റെ സമയത്തെ സ്ട്രാറ്റജി. അതുകൂടാണ്ട് സോഴ്സസ് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും കൂടാണ്ട് കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഇയർലി കമ്പൈലേഷൻസ് റെഫർ ചെയ്തിരുന്നു. ഇനി മെയിൻ സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് തന്നെയാണ് ആദ്യം എടുത്തത്. അപ്പം മെയിൻസിന് ഇനീഷ്യലേക്ക് ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ക്വസ്റ്റിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ അതിന് കൂടുതൽ ടെസ്റ്റ് സീരീസ് എടുത്തു. പിന്നെ അതിന്റെ ഫീഡ്ബാക്ക് റെഗുലർ ആയിട്ട് മെന്റേഴ്സിനെ പോയി കണ്ട് അതിന്റെ ഫീഡ്ബാക്ക് എടുത്ത് ഇപ്പം നെക്സ്റ്റ് ടെസ്റ്റിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം കറക്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ഡിമാൻഡ് മനസ്സിലാക്കാനും ക്വസ്റ്റ്യനിൽ പല കീവേഡ് ഉണ്ട്. അപ്പം അത് ഓരോ കീവേഡ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും പിന്നെ ക്വസ്റ്റ്യന്റെ പല സെക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കോൺഷ്യസ് എഫേർട്ട് മെല്ലെ മെല്ലെ ഇട്ടു തുടങ്ങി. അപ്പം ആ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തൊരു ഫൈനൽ ടെസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ടെസ്റ്റ് സീരീസ് പ്രോപ്പറായിട്ട് എടുത്തു, റെഗുലറായിട്ട് ഫീഡ്ബാക്ക് എടുത്തു. അപ്പം അതായിരുന്നു എൻ്റെ ഒരു റെഗുലർ മെയിൻ സ്ട്രാറ്റജി. പിന്നെ അത് കൂടാണ്ട് ഇത്തവണ ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് 310 റാങ്ക് ലഭിച്ചിരുന്നു. അപ്പം ഇത്തവണ കുറച്ചും കൂടി ഒരു മെയിൻസിൽ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനും ഒരു വാല്യൂഡേഷൻ കൊണ്ടുവരാനും ഞാൻ ചെയ്തിരുന്നൊരു കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യനിലും ഒരു 0.5 മാർക്സ് അല്ലെങ്കിൽ അത് എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് നോക്കി. നമുക്കറിയാം ഒരു പേപ്പറിൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു ഒരു അര മാർക്കെങ്കിലും കൂട്ടാൻ പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു ക്യുമുലേറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും. അപ്പം ഓരോ ക്വസ്റ്റ്യനിലും വാല്യൂഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇടാമെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പം കൂടുതൽ എക്സാമ്പിൾ കൊണ്ടുവരിക, കുറച്ചും കൂടി റിലവന്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് കൊണ്ടുവരിക വിത്ത് അനോട്ടേഷൻ, പിന്നെ കേസ് സ്റ്റഡീസ് പോലുള്ള കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GS2 പോലുള്ള പേപ്പറുകളിൽ ഞാൻ പർപ്പസ്ഫുള്ളി കേസ് സ്റ്റഡീസ്, ഇപ്പം നമ്മുടെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ മോഡൽ, അപ്പം അതുപോലുള്ള കേസ് സ്റ്റഡീസ് പർപ്പസ്ഫുള്ളി ഇടാൻ ശ്രമിച്ചിരുന്നു. അപ്പം അതിന്റെ ഒരു റിസൾട്ട് ഇത്തവണത്തെ മാർക്ക് ലിസ്റ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാണ്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിനിടയ്ക്ക് ഞാൻ പ്രീവിയസ് ഇയർ ടോപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കും, ഞാനത് ആൻസർ ചെയ്യും. പിന്നെ ടോപ്പേഴ്സിന്റെ ആൻസറുമായിട്ട് കമ്പയർ ചെയ്യും. അവരതെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്തു, ഞാൻ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്തു, എനിക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ആ ഒരു സ്കോപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ഞാൻ മെയിൻസിന്റെ ആ ഒരു ഗ്യാപ്പിൽ ഇത്തവണ ചെയ്തിരുന്നു. പിന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ഇന്റർവ്യൂ, അവിടെയും പ്രാക്ടീസ് തന്നെയായിരുന്നു മെയിൻ. ഇപ്പം ഫസ്റ്റ് മോക്ക് ഇന്റർവ്യൂലൊക്കെ ഞാൻ ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പം ആ ഒരു സംസാരിച്ച ഒരു കോൺഫിഡൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മോക്ക് ഇന്റർവ്യൂസും 1-on-1 സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അതുവഴി ഡാഫ് വെക്കുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഏരിയാസ് ഡാഫിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഡാഫ് അനാലിസിസ് സെഷൻസിൽ കുറേ എണ്ണം അറ്റൻഡ് ചെയ്തു. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് ചെയ്തു, അതിന് മോഡൽ ആൻസർ പ്രിപ്പയർ ചെയ്തു. അതുകൂടാണ്ട് തന്നെ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ആ ഒരു ആർട്ടിക്കുലേഷൻ രീതി ഒരു കോൺഫിഡൻസോടെ പറയാൻ വേണ്ടിയിട്ട് ഒരു 7-8 മോക്ക് എടുത്തപ്പോഴത്തേക്കും അതും ബിൽഡായി വന്നു. അപ്പം ഈ ഒരു 3 സ്റ്റേജിലും പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ സ്റ്റേജിലും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ബേസിക് സ്ട്രാറ്റജി. അപ്പം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.